ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഡിസ്കോഴ്സസ് പരിചയപ്പെടുത്താനാണ്. എക്സാമിന് വരും എന്ന് ഉറപ്പുള്ളൊരു കുറച്ച് ഭാഗങ്ങളാണ് ഇതൊക്കെ. പ്രിപ്പയർ ദ ന്യൂസ് റിപ്പോർട്ട് സെൽമ ലെഗർലോഫ് നോബൽ സെറിമണി. അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒരു ഹെഡിങ് വേണം, പിന്നെ സ്ഥലം, ഡേറ്റ് എത്രയാണ് വേണ്ടത്, അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കുക. എക്സാമിന് വരും എന്നുള്ള ഡിസ്കോഴ്സസാണ് ഇതൊക്കെ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ടു ബി ആസ്ക്ഡ് സെൽമ ലെഗർലോഫ്. അപ്പോൾ സെൽമ ലെഗർലോഫിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് അട്രാക്റ്റ് യു സ്വീഡിഷ് folklore? What are some of the things that influence you the most? അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. ക്വസ്റ്റ്യൻ ആകുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് വേണം. അങ്ങനെ കുറച്ചുള്ള ഫോംസൊക്കെ മനസ്സിലാക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെൽമ ലെഗർലോഫ് സ്ലീപ്സ് ടു ആൻ ഇമാജിനറി വേൾഡ് വേർ ഷീ ഫൈൻഡ്സ് ഹർ ഫാദർ. പ്രിപ്പയർ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സെൽമ ആൻഡ് ഹർ ഫാദർ. സെൽമയും ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫാദർ ചോദിക്കുന്നുണ്ട്, സെൽമ ഹൗ കം യു ഹിയർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കോൺവെർസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെൽമയും ഫാദറും തമ്മിലുള്ള. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക. അതിൽ കണ്ടൻറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഓരോ പാഠഭാഗങ്ങളും കണ്ടൻറ്റ് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് കോൺവെർസേഷൻ തയ്യാറാക്കാം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. സെൽമ ലെഗർലോഫ് ഹാസ് അറൈവ്ഡ് ടു സ്റ്റോക്ക്ഹോം ടു റിസീവ് ദ നോബൽ പ്രൈസ് ഓഫ് ലിറ്ററേച്ചർ. You are assigned the task of introducing and welcoming her to receive the award. Write the text of the announcement തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Overwhelmed by the news of getting the Nobel, Selma Lagerlöf write a letter to her friend. Prepare the same. അപ്പോൾ ലെറ്റർ എഴുതാനാണ് പറഞ്ഞത്. ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെ ഫോമൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. റൈറ്റ് സൈഡിലെ ഡേറ്റ്, ആർക്കാണോ എഴുതുന്ന അവരുടെ അഡ്രസ്സ് അത് എഴുതണം. പിന്നെ നമ്മൾ എന്താണ് കണ്ടൻറ്റ്, ആദ്യം എന്താണ് നമ്മളെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അത് സെക്കൻഡിൽ കണ്ടൻറ്റ്, ലാസ്റ്റിൽ കൺക്ലൂഷൻ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുക. അടുത്തത് പ്രിപ്പയർ എ പ്രൊഫൈൽ സെൽമ ലെഗർലോഫ്. അത് ഹിൻസ് വെച്ചിട്ട് പ്രിപ്പയർ പ്രൊഫൈൽ തന്നിട്ടുണ്ട്. സെൽമ ലെഗർലോഫിനെ കുറിച്ചിട്ട് പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഹിൻസ് തന്നിട്ടുണ്ട്. ബോൺ, പ്ലേസ്, ഓക്യുപ്പേഷൻ, മേജർ വർക്ക്സ്, അവാർഡ്, ഡെത്ത്, അത്രയും വെച്ചിട്ട് ആ ഡീറ്റെയിൽ ആയിട്ട് സെൽമ ലെഗർലോഫിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പാഠഭാഗമൊക്കെ റീഡ് ചെയ്തിട്ട് ഓതറിനൊക്കെ മനസ്സിലാക്കിയാൽ നമുക്കിതൊക്കെ എഴുതാൻ കഴിയും. ഹിൻസ് വെച്ചിട്ട് അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ഈസിയാണ്. എല്ലാത്തിൻ്റെയും ഒരു ഫോം ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ലെറ്ററിൻ്റെയും പിന്നെ കോൺവെർസേഷൻ്റെയും ക്വസ്റ്റ്യനെയറിൻ്റെയും അതുപോലെയൊക്കെ ഫോംസ് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വേർ വാസ് ദ നരേറ്റർ ഗോയിങ്? വൈ? The narrator was going to Stockholm to receive the Nobel Prize for Literature. What were her fellow passengers were doing then? They were dozing. Third question. What was special about her earlier journeys to Stockholm? Her earlier journeys Stockholm എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ആൻസേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക. മീനിങ് സഹിതം മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കോഴ്സസൊക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ കഴിയും. ഏത് പാഠഭാഗത്തു നിന്നും ഡിസ്കോഴ്സസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാഠഭാഗത്തിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കുക. എന്നിട്ട് ലെറ്റർ ആണെങ്കിൽ എങ്ങനെ അതിൻ്റെ ഫോം എന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ കഴിയും. എല്ലാത്തിൻ്റെയും ഫോം നമ്മൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നല്ലവണ്ണം പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം. ഇനി ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ആ വീഡിയോ ചെയ്യാം. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എക്സാമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി എഴുതുക. എല്ലാ വിജയാശംസകളും നേരുന്നു. ഓക്കെ, ബൈ ബൈ.